മഞ്ഞുണ്ടല്ല മണവാളെ കുണുങ്ങി കുണുങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ കൊച്ചുള്ള പണി പറ്റിച്ചല്ല. എന്ത് പണി? എന്തേ ഒന്നും അറിയാൻ പാടാത്ത പോലെ. എന്താണ് കാര്യം? എന്താ ടെൻഷനാക്കല്ലേ? ഇത് തന്നെ കാര്യം. ഇത് ഇന്നലെ കോളേജിലാ. ഇത് നിനക്ക് എവിടെ നിന്ന്? പരപ്പനങ്ങാടി വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഇന്നത്തെ ചർച്ചാ വിഷയം തന്നെ ഇതാണ്. ഞാൻ അന്ന് ആരെടുത്ത് പറഞ്ഞു എനിക്കൊന്നും ഷെയർ ചെയ്യലേന്ന്. നിന്റെ വീട്ടിലൊന്നും ആരും അറിഞ്ഞില്ലേ? ഇല്ലടാ, അച്ഛനാണ് ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും യൂസ് ചെയ്യാറില്ല. അമ്മേനെ സാധാ ഫോണാണ് യൂസ് ചെയ്യണത്. അതാണ് അവരൊന്നും അറിയാനൊന്നും വഴിയൊന്നുമില്ലേക്കാരും. അറിഞ്ഞില്ലേ പറഞ്ഞോളും, നമ്മളെ നാട്ടുകാരല്ലേ. പറഞ്ഞത് തീർന്നില്ല, അമ്മ വിളിക്കാം. ആമ്മ പറയ്. നീ എന്തൊക്കെയാണ് ഒപ്പിച്ച് വെച്ചേക്കണത് മനുഷ്യരെ നാണം കെടുത്താനായിട്ട്? അമ്മ ഒളി ചേച്ചി എന്ന് പറഞ്ഞപ്പോ മനുഷ്യന്റെ തൊലി ഉലിഞ്ഞു പോയി. അതമ്മ ഉദ്ദേശിക്കണ പോലെ ഒന്നും അല്ല. നീ ഒന്നും പറയണ്ട, അച്ഛനോട് വരട്ടെ. ശരിയെന്നോ. എന്താ അമ്മ വിളിച്ച? അമ്മ കലിപ്പിലാണ്. ആ മോളി ചേച്ചിക്ക് എന്തോ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ? ഇയാളെന്തോ ഒരു മാതിരി മാങ്ങാത്തൊരു ചിരിയിരിക്കണം. സംഭവം അറിഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചത്. മക്കളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ചേട്ടാ നീ ചേട്ടന് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾ ഞാൻ വേണ്ട, ഇനി ഒന്നും പറയണ്ട. എല്ലാ കാര്യവും ചേട്ടന് മനസ്സിലാവും. എന്തുണ്ടെങ്കിലും ചേട്ടനെ അറിയിച്ചാൽ മതി. എല്ലാം ഞാൻ സെറ്റാക്കിക്കോളാം കേട്ടാ. ശരി എന്നാ പോട്ടെ. എന്തായി ഒളിച്ചോടാനുള്ള പരിപാടിയാണോ? എന്തേ വനണ്ടാ? ഞാനൊന്നുമില്ല, അന്ന് പോയാലേ. എന്താടാ ആരും ഒന്നും മനസ്സിലാക്കാത്തത്? നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത്തിരി പാടാ. അവർക്ക് ഇനി മനസ്സിലായാൽ തന്നെ അവർ ഈ രീതിയിലൊക്കെ തന്നെ പെരുമാറും. ഇത്രയൊക്കെ ആയിട്ട് നീ അവളെ ഒന്ന് വിളിച്ചു നോക്കിയാ? നിനക്ക് ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും? ആടെ പറ. നീ ഓക്കെ അല്ലേ? ആ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടുകാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നീ ഓക്കെ അല്ലേ? വീട്ടിൽ ചെറിയ സീനൊക്കെ ഉണ്ട്. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വലിപ്പില്ല. അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാന്നും കൂടി അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാരെ കൊണ്ടും ശല്യമാണ്. ഒരിക്കലും കുറച്ച് കളിയാക്കല്. അല്ലെങ്കിൽ നാട്ടുകാരെ നോക്കി നിന്നാൽ നമുക്കൊന്നും ജീവിക്കാൻ പറ്റൂല. എടി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കുറേ നാളായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്കറിയാം നിനക്ക് എന്നോട് അങ്ങനത്തെ ഒരു ഫീൽ ഇല്ലെന്ന്. ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ. ശരിയെന്നാ ഓക്കെ. അവളെന്ത് പറഞ്ഞു? അവൾ ഓക്കെ അല്ലേ? എന്നല്ലെങ്കിൽ ഇതോടെ എല്ലാം ശരിയാവും, അല്ലെങ്കിൽ ഇതോടെ എല്ലാം തീരും. എന്തുകൊണ്ടൊരു ഒക്കട മെസ്സേജ് ആണല്ലോ. എന്താ ചിരിക്കണ? ശരിക്കും ഇപ്പോഴാണ് നാട്ടുകാരെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായത്.